ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നൊരു പുളിമുളക് കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കിയാലോ. ഞാനിതാ ഒരു മണ്ണിൻ്റെ ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ കുറച്ചധികം വേണം, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഇതാ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഇതാ നല്ലോണം പൊട്ടി വന്നു. അപ്പോൾ ഒരു 2 സ്പൂണ് ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത്. ഉഴുന്നും കടുകും നല്ലോണം പൊട്ടി ഒരു ഗോൾഡൻ കളർ ആവണം ഉഴുന്ന്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളുത്ത ഉള്ളി ഇട്ട് കൊടുക്കണം. വെളുത്ത ഉള്ളി നല്ലോണം മൂപ്പായി ഒരു ഗോൾഡൻ കളർ ആവോളം ഒന്ന് ഇളക്കി കൊടുക്കുക. 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് വേണ്ടത്. അതിനും വേണ്ടി ഇതാ കുറച്ച് ചെറിയ ഉള്ളി ഞാൻ കട്ട് ചെയ്താണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എൻ്റെ അടുത്ത് വലിയ ഉള്ളിയാണ്, അപ്പം ഞാൻ എല്ലാം ഒന്ന് 2ആയി മുറിച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണത്. അപ്പം നമ്മളെ ഉള്ളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പച്ചമുളകാണ് ഇനി അടുത്തതായിട്ട് ഇടാൻ പോണേ. ഞാനൊരു 15 മുളക് എടുത്തിട്ടുണ്ട്. എൻ്റെ ടെറസിൻ്റെ മുകളിലുള്ള മുളകാണ്, അതുകൊണ്ട് എരിവ് കുറവാണ്. അപ്പം ഞാൻ 15 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് എരിവൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതിൽ പുളിയൊക്കെ വരുന്നത് കൊണ്ട് മുളകിന് എരിവ് കുറവാകും. നന്നായി ഇത് വേവിച്ച് മുളക് വേവോളം ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. അങ്ങനെ നമ്മളെ മുളകും വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് കുറച്ച് കായപ്പൊടിയാണ്. എൻ്റെ അടുത്ത് കായത്തിൻ്റെ പൊടിയില്ല. ഞാനൊരു കായം എടുത്ത് എണ്ണയിലിട്ട് വറുത്ത് പൊടിച്ചതാണ്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണേ. അപ്പോൾ നന്നായി മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിന് വേണ്ടി ഞാൻ പുളി എടുത്തിട്ടുണ്ട്. ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി നല്ലോണം ഒന്ന് കത്തിച്ചു കൊടുക്കണം. ഈ വെള്ളമൊക്കെ വറ്റണം. അടുത്തത് കുറച്ച് കഞ്ഞിവെള്ളമാണ് വേണ്ടത്. നമ്മളിപ്പോൾ ചോറ് വെച്ച കഞ്ഞി വെള്ളത്തിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ആ കഞ്ഞി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളെ പുളിമുളക് കറി റെഡിയായി. ഇതിലേക്ക് കുറച്ച് ശർക്കരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ പുളിയും മധുരവും എരിവും എല്ലാം കൂടെ ഉള്ളൊരു ടേസ്റ്റാണ്. അടിപൊളി ടേസ്റ്റാണ്. ഇത് ഉണ്ടാക്കാത്തപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അത് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൊടുന്ന് അതും കൂടെ ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മളെ പുളിമുളക് കറി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇത് ഉണ്ടാക്കാത്തപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണേ. ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും നമ്മളിത് ഉണ്ടാക്കി കഴിക്കും. അത്രയും ടേസ്റ്റാണിത്. ചോറിൻ്റെ കൂടെ കൂട്ടാൻ